പ്രായാധിക്യം എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ലല്ലോ. കാരണം പ്രായാധിക്യം എന്ന് പറയാനാണെങ്കിൽ 82 വയസ്സുള്ള രോഗിയല്ലേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. മന്ത്രിയായിട്ട് നിൽക്കുന്ന ഒരുത്തും ഞാൻ നോക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകോട്ട് വീഴുക. ഇത് ആലോചിച്ച് നോക്കും സോയിമാൻ. AK ശശീന്ദ്രനെ കുറിച്ച് ഞാൻ പിന്നെ സോയിമാനോടൊന്നും പറയണ്ട. പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ്റെ ശരീരഭാഷ നിങ്ങൾ കണ്ടുപോകും. വെറും സാധാരണക്കാരൻ കതറൊക്കെ ഇട്ട് കതർ മുണ്ടൊക്കെ ഇട്ട് TK ഗോവിന്ദനെ പോലെ തന്നെ തനി നാട്ടുപുറത്തുകാരൻ. G സുധാകരൻ 10 വർഷം അയാൾ മന്ത്രിയായിട്ടിരുന്നു. ഒരാരോപണം ശത്രുക്കൾ അയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളിൽ ബഹുഭൂരിപക്ഷം പേരും എന്തുകൊണ്ട് TK ഗോവിന്ദനെ വിശ്വസിക്കുന്നു? ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. അപ്പം വി കുഞ്ഞികൃഷ്ണൻ പോകുന്നത് പാർട്ടിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട്, TK ഗോവിന്ദൻ പോകുന്നത് പാർട്ടിയിലെ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട്. PK ശശിയുമായി നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും PK ശശിയും അടിസ്ഥാനപരമായി ഉന്നയിക്കുന്ന പ്രശ്നം അവിടുത്തെ പാർട്ടിയുടെ ജീർണതയും അപജയവും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശ്രീ KM ഷാജഹാൻ. UDF LDF പോര് മുറുകുകയാണ്. ഒരു വശത്ത് UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തി നിൽക്കുമ്പോൾ LDFന് തലവേദനയാകുന്നത് മുഖ്യമായി 4 സ്ഥാനാർത്ഥികളാണ്. തങ്ങളുടെ പാളയത്തിൽ നിന്ന് സ്വതന്ത്ര വേഷത്തിലേക്ക് ചാടിയ 4 സ്ഥാനാർത്ഥികൾ. അത് വളരെ കരുത്തരുമാണ് അവർ 4 പേരും. ഒന്ന് G സുധാകരൻ, PV കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, PK ശശിയാണ് ഒറ്റപ്പാലത്തുള്ളത്. PK ശശി അത്ര വിജയപ്രതീക്ഷയുണ്ടോ നമുക്കറിയില്ല. ഏതായാലും മറ്റ് 3 പേരിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ 3 സീറ്റുകളും CPMൻ്റെ കോട്ടകളാണ്. ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ അമ്പലപ്പുഴയാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും തളിപ്പറമ്പാണ്. ഈ 3 മണ്ഡലങ്ങളിൽ ഈ വിമതർക്ക് എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ? കാരണം ഈ 3 വിമതരെ സംബന്ധിച്ച പാർട്ടി കോട്ടകളിൽ ഒരിളക്കം സംഭവിക്കുമെന്നൊക്കെ ഒരു പൊതുപ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ സ്വതന്ത്രരായി നിൽക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ ഇവരാരും അത്ര നിഷ്കളങ്കരുമല്ല. പുറത്തേക്കിറങ്ങിയപ്പോൾ CPMന് വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയനെ പോലും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് G സുധാകരൻ മാറിയിരിക്കുന്നു. G സുധാകരൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായാൽ താൻ സന്തോഷിക്കുമെന്നാണ്. ഇപ്പോൾ പറയുന്നത് സന്തോഷിക്കുകയല്ല, കേരളം ദുഃഖിക്കേണ്ടി വരും എന്ന തലത്തിൽ G സുധാകരൻ പിണറായി വിജയനെതിരെ കടന്നാക്രമണം നടത്തുന്നു. പിണറായി വിജയൻ G സുധാകരനെ ചെയ്യുന്നത് ചെറ്റത്തരം എന്ന തലത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഈ സ്വതന്ത്രർ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമോ? ഇവർ ഒരു ചലനം സൃഷ്ടിച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു തരംഗം അതത്ര ചെറുതായിരിക്കില്ല. എന്താണ് അങ്ങയുടെ ഒരു റീഡിങ്? സോമന, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഒരു 5-6 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്താൽ ഈ 5-6 തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഈ കണ്ണൂർ ജില്ലയിലെ ഒരു 5-6 മണ്ഡലങ്ങൾ ചർച്ചാ വിഷയമായിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ധർമ്മടം, കല്യാശ്ശേരി, തളിപ്പറമ്പ്, പിന്നെ തലശ്ശേരി, ഇതൊരു മണ്ഡലങ്ങളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ മണ്ഡലങ്ങളെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാവാറില്ല. കാരണം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെയൊക്കെ ഏറ്റവും ചുരുങ്ങിയതൊരു 30,000-40,000 വോട്ട് മുതൽ മുകളിലോട്ടാണ് ഭൂരിപക്ഷം. കണ്ണൂരിലെ ടൗൺ സീറ്റ് ഒഴിച്ച് കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ, അങ്ങനെ 2-3 മണ്ഡലങ്ങൾ ഒഴിച്ച് ഒരു മലയോര ഗ്രാമം. കാരണം അവിടെ CPM ജയിക്കാറില്ല. അതെ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലും ഈ മണ്ഡലങ്ങൾ ചർച്ചയേ ആവാറില്ല. അത്രയ്ക്ക് മാസീവായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളാണിത്. ഇപ്പോൾ നമ്മൾ 2021 തന്നെ നമ്മൾ എടുത്ത് നോക്കുക. ധർമ്മടത്ത് 50,000 ചില്ലാനം ഭൂരിപക്ഷമാണെങ്കിൽ പിന്നെ മട്ടന്നൂർ 60,000 ചില്ലാനാണ് ഭൂരിപക്ഷം. നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 1-15, 1-20, ഒരു 1.25-1.5 ലക്ഷം വോട്ടാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവാറ്. അവിടെ 60,000, അവിടെ 50,000 ഒക്കെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എതിരാളികൾ ഇല്ല. ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ പയ്യന്നൂർ എടുത്ത് നോക്കിയാൽ പയ്യന്നൂരിൽ 965 മുതൽ CPM ജയിക്കുന്നത്. 965 എന്ന കൊല്ലം എത്രയെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇനി 2021 പയ്യന്നൂരിൽ TA മസൂദൻ ജയിച്ചത് 42,000 വോട്ടിനാണ്. TA മസൂദൻ അവിടെ ലഭിച്ചത് 93,000 വോട്ടാണ്. ഏതാണ്ട് 1,07,000 വോട്ട് കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു 5-6 മണ്ഡലങ്ങൾ
സംസാര വിഷയമേ ആയിട്ടില്ല. അവിടെയാണ് 2 മണ്ഡലങ്ങൾ ഇപ്പോൾ. അപ്പോൾ 5-6 മണ്ഡലങ്ങൾ 5-6 തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ഡലത്തെ കുറിച്ചിട്ട് സംസാരമില്ല. അവിടെ ആരാണ് UDF സ്ഥാനാർത്ഥി അതൊന്നും ആരും സംസാരിക്കാറില്ല. മുസ്ലിം ലീഗിൻ്റെ മലപ്പുറത്തെ ചില നിയോജക മണ്ഡലങ്ങൾ പോലെ. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും എന്നോട് കണ്ണൂർ ജില്ലയിലെ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാറില്ല. UDFും അങ്ങനെ ചിന്തിച്ച് സമയം കളയാറില്ല. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ എന്താ? നമ്മൾ ആദ്യം പയ്യന്നൂർ എടുക്കുക. പയ്യന്നൂരിൽ പിന്നെ CPM ഇപ്പം ഭയങ്കര ചങ്കിടിപ്പ് വന്നിരിക്കുകയാണ് പയ്യന്നൂരിൽ. മനസ്സിലായോ? 1. 2, തളിപ്പറമ്പിൽ ചെറിയൊരു പിന്നെ മത്സരം കഴിഞ്ഞ പ്രാവശ്യം അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇപ്പം ധർമ്മടത്ത് പിണറായിക്കരം മത്സരിക്കുക കേട്ടോ. ചെറിയ കേസല്ല അത്, ഞാൻ അതിലേക്ക് വരാം. അവിടെ ചെറിയൊരു മത്സരം കൊടുത്തെങ്കിൽ പോലും അവിടെയും ഇതുപോലെ ഒരു 10-15,000 വോട്ട്. അപ്പം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ CPM കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ കോട്ടകളായിരുന്ന മണ്ഡലങ്ങൾ ഇത്തവണ ചർച്ചാ വിഷയമാവുകയാണ്. പക്ഷേ ഇതിൽ ഒരു വലിയ ഗൂഢാലോചന ഇപ്പോൾ CPM പറയുന്നു. നമുക്കറിയാം, G. സുധാകരൻ പെട്ടെന്ന് ചില വൈകാരിക തലത്തിലുള്ള പ്രതികരണങ്ങളെ തുടർന്നായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ധരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ H. സലാം പറഞ്ഞു, 1 വർഷം മുമ്പേ UDFിൻ്റെ പ്രമുഖ നേതാക്കളുമായി സുധാകരൻ ചർച്ച തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ട് അതിനുവേണ്ട കൃത്യമായ ഒരുക്കങ്ങൾ നടത്തി. അങ്ങനെ വളരെ സംഘടിത നീക്കത്തിലൂടെ ആസൂത്രിതമായി പാർട്ടിക്ക് പുറത്തേക്ക് പോയതാണ്. TK ഗോവിന്ദൻ്റെ കാര്യത്തിലും ഇത്തരമൊരു ആരോപണമുണ്ട്. PV കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ അസ്വാരസ്യം ഉണ്ടാക്കിയതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് എന്ന് പയ്യന്നൂരിലെ CPM നേതാക്കൾ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇവരെയൊക്കെ വളരെ ആസൂത്രിതമായി UDF നേതാക്കൾ പുകച്ച് പുറത്ത് ചാടിച്ചതാണോ? സോമന്, ഒന്നാമതായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനൊന്നും ചെയ്യാൻ കൽപ്പുള്ളൊരു സംവിധാനമല്ല UDF. നമുക്കറിയാമല്ലോ UDFിൻ്റെ കാര്യം. ഇത്രയും അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി 16 ദിവസമുള്ളൂ എന്ന് വന്നിട്ട് പോലും ഒരു സുസംഘടിതമായിട്ടുള്ളൊരു പ്രചരണം UDFിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, നേതാവാരെന്നുള്ള ചോദ്യം ഞാൻ അതിനൊറ്റ മറുപടി മാത്രമേ ഞാൻ സോമനോട് പറഞ്ഞുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് മറുപടി പറഞ്ഞിരുന്നു. ഇപ്പം കോൺഗ്രസിനകത്തുള്ള പടലപ്പണക്കം ചർച്ച ഇതൊക്കെ ആയിരുന്നല്ലോ 5-6 ദിവസത്തെ ചർച്ച. ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ സോമനോട് ചോദിക്കുന്നു, ഒരു പോറലെങ്കിലും കോൺഗ്രസ്സിന് ഏറ്റവും ഒരു പോറലെങ്കിലും എത്രയോ സംസ്ഥാന നേതാക്കന്മാർ. ഇപ്പം നമ്മൾ കണ്ണൂർ മൂലിക്കൊണ്ടെടുക്കുക, K. സുധാകരൻ, ഇപ്പുറത്ത് കോഴിക്കോട് KC അബു, N. സുബ്രഹ്മണ്യൻ കോഴിക്കോട്, ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അജയ് തറയിൽ, ദീപ്തി മേരി വർഗീസ്, ജോസഫ് വാഴക്കൻ, എൽദോസ് കുന്നപ്പള്ളി, A. ഷുക്കൂർ മുതൽ തിരുവനന്തപുരത്ത് MA വാഹിദ്, BRM ഷഫീർ, ഇത്രയും നേതാക്കന്മാർക്ക് സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അതിൽ വാഴക്കനൊക്കെ സീറ്റ് കിട്ടാത്തതിൽ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. സോയിമോൻ്റെ അത്രയും വിഷമം എനിക്കില്ലെങ്കിലും എനിക്ക് വലിയ വിഷമമുണ്ട്. എന്നിട്ട് ഒരു പോറലെങ്കിലും കോൺഗ്രസിന് ഏറ്റവും സോയിമോനെ ഒരാൾ ഈ പാർട്ടി വിട്ട് പുറത്തു പോയത്. ഇപ്പോൾ ഷുക്കൂറൊക്കെ ഞാൻ നോക്കുമ്പോൾ 45 വർഷമായി. എനിക്ക് സത്യം ഭയങ്കര വിഷമമുണ്ട് ഷുക്കൂറിൻ്റെ. 42 വർഷമായി ഷുക്കൂർ കോൺഗ്രസിൽ പ്രവർത്തിക്കും. ഷുക്കൂറിന് ഇപ്പോൾ 68 വയസ്സുണ്ട്. അടുത്ത തവണ ഷുക്കൂറിന് മത്സരിക്കാൻ പറ്റില്ല. ഷുക്കൂർ കഴിഞ്ഞ ദിവസം G. സുധാകരൻ്റെ സൈഡിലിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി അവിടത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ എന്തായാലും BRM ഷഫീർ ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു പോറലെങ്കിലും ഞാൻ ചോദിക്കുന്നത് സോയ്മോൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ മാധ്യമങ്ങൾ മുഴുവൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കിടന്ന് ആനന്ദ നൃത്തമാടുകയില്ലായിരുന്നു. UDF പൊളിയുന്നു, കോൺഗ്രസ് പൊളിയുന്നു എന്നും പറഞ്ഞു. ഒരാളെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പുറത്ത് പോയോന്ന് ചോദിച്ചാൽ കുറച്ച് പേര് പുറത്ത് പോയി. ആരാ പുറത്ത് പോയത്? 250 സെക്രട്ടറിമാരുണ്ട് കോൺഗ്രസിന്, 250 ജനറൽ സെക്രട്ടറിമാർ. അപ്പം കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ CPMൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? നമുക്ക് ഓരോരുത്തരുടെയും കാര്യം എടുക്കാം. V. കുഞ്ഞികൃഷ്ണൻ CPMൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. TK ഗോവിന്ദൻ CPMൻ്റെ ദീർഘകാലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും, മലപ്പട്ടം എന്ന് പറഞ്ഞാൽ പാർട്ടി മാത്രമുള്ള പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവും. PK ശശി, നമുക്ക് അയാളെക്കുറിച്ച് വിമർശനം ഉണ്ടെങ്കിലും അയാൾ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒറ്റപ്പാലം MLAയുമായിരുന്നു. ഒറ്റപ്പാലം ഷൊർണൂർ MLA. ഇപ്പുറത്ത് G. സുധാകരൻ. ഈ 4 പേരാണല്ലോ. ഈ 4 പേരും
എന്തിനാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത്? ഇപ്പോൾ കോൺഗ്രസ്സുകാരിഞ്ഞ് ഇപ്പോൾ കുറച്ച് പേര് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. ആ പുറത്തേക്ക് പോയത് എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? സോയിമോന് വരാം, ഞാനല്ലെങ്കിൽ എനിക്ക് വരാം സോയിമോൻ. ഇതാണല്ലോ തർക്കം. മത്സരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ നയങ്ങൾ അഴിമതിയുള്ളതാണ്, കോൺഗ്രസിൻ്റെ നയങ്ങൾ ജനവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടല്ല അവർ പോന്നിരിക്കുന്നത്. എന്നാൽ ഈ 4 പേരെ നിങ്ങൾ എടുക്കൂ. വി കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് പോകുന്നത്? വി കുഞ്ഞികൃഷ്ണൻ 2021 തെരഞ്ഞെടുപ്പ് തോൽവി മുതൽ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉന്നയിക്കുന്നതാണ്. 4 വർഷം അയാളെ ഉന്നയിച്ചു. പക്ഷേ അയാളെ പോരാട്ടം അവസാനിപ്പിച്ചില്ല. അയാൾ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ അയാളെ പുറത്താക്കി. അങ്ങനെയാണ് അയാൾ പുറത്തു. ടി കെ ഗോവിന്ദൻ എങ്ങനെയാണ് പുറത്ത്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ടി കെ ഗോവിന്ദൻ്റെ പേരൊക്കെ പെട്ടെന്ന് പത്രസമ്മേളനം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് ഞാൻ ടി കെ ഗോവിന്ദൻ്റെ പേര് കേൾക്കുന്നു. അതിനുമുമ്പ് ഞാൻ കേട്ടിട്ടില്ല. സോയിമോൻ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നേതാവ് ഉണ്ടായിരുന്നുള്ള പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയം നമ്മൾ ശ്രദ്ധിക്കാറ്. അയാൾ തളിപ്പറമ്പിൽ ഞാൻ ചില CPM സുഹൃത്തുക്കളോട് സംസാരിച്ചു. അവർ പറഞ്ഞത് വലിയ അംഗീകാരമുള്ള, നാട്ടിൽ വലിയ ആദരവുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അല്ല, ഞാൻ പറഞ്ഞത് ആദരവുള്ള നേതാവ് അല്ലായിരുന്നു എന്നുള്ളതല്ല, ഞാൻ കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആദരവുള്ള നേതാവാണ്. കണ്ണൂരിലുള്ള ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ടി കെ ഗോവിന്ദൻ. ടി കെ ഗോവിന്ദൻ പറയുന്ന ഇഷ്യൂ എന്താണ് സോയിമനെ? നമ്മൾ എടുക്കൂ. ടി കെ ഗോവിന്ദൻ പറയുന്നത് ഇന്നിപ്പോൾ അയാൾ ചോദിച്ചിട്ടുണ്ട്. 3 ടൈം മന്ത്രി MLA ആയിരുന്നു MP ഗോവിന്ദൻ. അതിൻ്റെ ഇടയിലും മന്ത്രിയായിരുന്നു. ഈ 3 ടൈം MLA ആയ ഇയാൾ മാറുമ്പോൾ എന്തിനാണ് ഇയാൾ ഭാര്യ കൊണ്ടുവന്ന് നിർബന്ധം പിടിക്കുന്നത്? അല്ല, ഭാര്യ അപൂർവ കഴിവുകളുള്ള ഒരു സ്ത്രീയാണ്. അതെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെ. എന്ന് മാത്രമല്ല KR ഗൗരിയമ്മയോട് പോലും താരതമ്യം ചെയ്ത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ അടുത്തവണ കേരളത്തിൻ്റെ ഒരു മന്ത്രി. അതെ. വെച്ചാൽ അങ്ങനെയൊക്കെ ഉള്ള സംഭാഷണങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള സംഭാഷണങ്ങളുള്ളപ്പോഴും കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളിൽ ബഹുഭൂരിപക്ഷം പേരും എന്തുകൊണ്ട് ടി കെ ഗോവിന്ദനെ വിശ്വസിക്കുന്നു? ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. അപ്പം വി കുഞ്ഞികൃഷ്ണൻ പോകുന്നത് പാർട്ടിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട്, ടി കെ ഗോവിന്ദൻ പോകുന്നത് പാർട്ടിയിലെ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട്. പി കെ ശശിയുമായി നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പി കെ ശശിയും അടിസ്ഥാനപരമായി ഉന്നയിക്കുന്ന പ്രശ്നം അവിടുത്തെ പാർട്ടിയുടെ ജീർണതയും അപജയവും. ഇപ്പുറത്ത് ജി സുധാകരൻ്റെ കാര്യം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വർഗ്ഗം അയാൾക്ക് ഇനി ഉപയോഗിക്കാൻ വാക്കുകളൊന്നുമില്ല, അവിടെ നിന്നോട്ടെ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ മറ്റു ചെറിയ ഭാഗങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ ജി സുധാകരൻ H സലാമിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ആ ജി സുധാകരന് ഒരു താക്കീത് കൊടുത്ത് അയാളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ഇതുപോലൊരു ഭീഷണിയിലേക്ക് CPM എത്തിച്ചേരുമായിരുന്നു. ജി സുധാകരൻ കുറ്റം ചെയ്തു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ കുറ്റത്തിന് അനുസൃതമായിട്ടുള്ള ശിക്ഷയാണോ അയാൾക്ക് കൊടുത്തത്? അതാണ് ഞാൻ കോലിക്കോട് കൃഷ്ണൻ നായരുടെ കാര്യം പറഞ്ഞത്. കോലിക്കോട് കൃഷ്ണൻ നായർ 5 തവണ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾക്കാണ് പുറത്തു പോയത്. അയാൾ ഇപ്പോഴും 90 വയസ്സായിട്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിപ്പുണ്ട്. ജി സുധാകരനേക്കാൾ എത്രയോ ഇരട്ടി വലിയ കുറ്റം ചെയ്തവർ ഇപ്പോഴും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്നു. 1. 2, ഈ ജി സുധാകരൻ എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് പരിശോധിക്കേണ്ടത് സോയിമോനെ. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ ഒരു 10, 25, 30 വർഷക്കാലം ഒറ്റയ്ക്ക് നിന്ന് ആ പാർട്ടിക്ക് ഒരു നയവ്യതിയാനം ഇല്ലാതെ നയിച്ചുകൊണ്ടിരുന്ന ആളാണ് ജി സുധാകരൻ. ആ ജി സുധാകരനോട് ചെയ്തത് എന്താണ്? അയാളെ ഒരു താഴത്തെ ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ട് ഞാൻ അയാളോട് ചോദിച്ച ഈ സജി ചെറിയാനും ഈ R നാസറും ഈ ആരിഫൊക്കെ എപ്പോഴാണ് വന്നു ചോദിച്ചപ്പോൾ അയാളോട് ഷാജാനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വന്ന നേതാക്കന്മാരായിരുന്നു. അതേസമയം ഇയാൾ 43 വർഷം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറല്ലേ സോയിമോനെ. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വന്നാൽ തന്നെ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി അയാളെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ അയാളെ അവഗണിച്ച് അവസാനം ഇവരെ പോലുള്ളവർക്ക് എന്തെങ്കിലും ഒരു വരെയുണ്ട് ഞങ്ങൾ കൊടുക്കില്ല എന്നും പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വൈകാരികമായിട്ട് തോന്നി. എന്നോട് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണ്, ഷാജാനെ ഞാനിപ്പോൾ സ്വതന്ത്രനാണ്, ഞാൻ ഇതിനകത്ത് നിന്ന് പോകുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല വിഷാദരോഗം പിടിച്ച് മരിച്ചു പോയെന്നാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാം CPM നിന്ന് പോന്നിരിക്കുന്നത് CPMൻ്റെ ജീർണത, CPMൻ്റെ അപജയം, CPMൻ്റെ നയവ്യതിയാനം. ഈ സ്വതന്ത്രരായി ഇപ്പോൾ നിൽക്കുന്ന ഈ 4 പേർക്കിടയിലും ചില ആശയധാരയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവരൊരു പ്രത്യേക ഫോറമായി അടുത്ത UDF ടേമാണ് വരുന്നതെങ്കിൽ അതിലൊരു പ്രത്യേക ഫോറമായി ഇരിക്കുമെന്നും ഒരു സ്വതന്ത്ര മാർക്സിസ്റ്റ് പാർട്ടിയായി അവർ മാറുമെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അവർ മാറുമെന്നും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള CPMൽ നിന്ന് കൂടുതൽ ഒഴുക്ക് ഇവരുടെ ഭാഗത്തേക്ക് ഉണ്ടാകുമോ? സോമൻ, അതിൻ്റെ സാധ്യത വളരെ വളരെ വലുതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന 4 പേരിൽ 3 പേരെങ്കിലും PK ശശിയെ നമ്മളെ തൽക്കാലം മാറ്റി നിർത്താം. ബാക്കിയുള്ള 3 പേർക്കെതിരെയും ഒരു ആരോപണങ്ങളുമില്ല.
ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു ശരീരഭാഷ തന്നെ സ്വയം ഒന്ന് നോക്കുക. 3 പേർക്കും പ്രായാധിക്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പ്രായാധിക്യം എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ലല്ലോ. കാരണം പ്രായാധിക്യം എന്ന് പറയാനാണെങ്കിൽ 82 വയസ്സുള്ള രോഗിയല്ലേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. മന്ത്രിയായിട്ട് നിൽക്കുന്ന ഒരുത്തും ഞാൻ നോക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് പുറകോട്ട് വീഴുക. ഇത് ആലോചിച്ച് നോക്കും സോയിമാൻ. AK ശശീന്ദ്രനെ കുറിച്ച് ഞാൻ പിന്നെ സോയിമാനോടൊന്നും പറയണ്ട. പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ്റെ ശരീരഭാഷ നിങ്ങൾ കണ്ടുപോകും. വെറും സാധാരണക്കാരൻ കതറൊക്കെ ഇട്ട് കതർ മുണ്ടൊക്കെ ഇട്ട് TK ഗോവിന്ദനെ പോലെ തന്നെ തനി നാട്ടുപുറത്തുകാരൻ. G സുധാകരൻ 10 വർഷം അയാൾ മന്ത്രിയായിട്ടിരുന്നു. ഒരാരോപണം ശത്രുക്കൾ അയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത്. അയാൾ തിരിഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താ? പിണറായി വിജയൻ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ കൊടുത്ത മറുപടി എന്താ? ആട്ടപ്പൂരിപ്പ് വാലും ചുരുട്ടി ഓടിപ്പോയില്ല അയാൾ. പിണറായി വിജയനെ കുറിച്ചിട്ട് പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയൻ 9 പ്രാവശ്യമായിട്ട് മത്സരിക്കുന്നത് എവിടുന്നാ? CPM മാത്രം ജയിക്കുന്ന മണ്ഡലത്തിൽ നിന്നാ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് കുറഞ്ഞു വന്നു കഴിഞ്ഞ പ്രാവശ്യം 4000 വോട്ട് ഭൂരിപക്ഷം. അപ്പം ഇവരൊക്കെ തന്നെ വളരെ അഴിമതിരഹിതമായി തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തിൽ നിലകൊണ്ടവരാണ് ഇവർ. ഞാൻ പറയുന്നു ഇവർ നാളെ ഇതിൽ 4 പേരോ അല്ലെ 3 പേരെങ്കിലും ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ അതിനെ വേണേൽ എതിര് പറയാം. 3 പേരെങ്കിലും ജയിക്കാനാണ് സാധ്യത. അങ്ങനെ ജയിച്ചാൽ സുധാകരൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഒരു 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 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉദയത്തിന് അത് കാരണമാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അതോടൊപ്പം രമയുണ്ട്, രമയുടെ RMP ഉണ്ട്. മനസ്സിലായില്ലേ? CPM-നകത്ത് ഞാൻ ചോദിക്കട്ടെ സോയിമാൻ, യഥാർത്ഥത്തിൽ CPM-നകത്ത് വിഭാഗീയത തീരുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. വിഭാഗീയത പിണറായി വിജയൻ മാത്രമായി അച്ചുവാർന്ന പുറകോട്ട് പോയപ്പോൾ വിഭാഗീയത തീരുകയല്ല ചെയ്തത്. പിണറായി വിജയൻ്റെ ഏകാധിപത്യം അവിടെ ഉണ്ടാകുകയാണ് ചെയ്തത്. ആ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു VS-ന്റെ അഭാവമാണ് അല്ല ഇത്തരം പ്രശ്നങ്ങളുടെ ഞാൻ പറയുന്നത്. പക്ഷെ VS ഉണ്ടായിരുന്നപ്പോഴാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. അല്ല, അപ്പോഴൊക്കെ VS എടുത്ത നിലപാടുകൾ നമ്മൾ നോക്ക്. യഥാർത്ഥത്തിൽ എന്നെപ്പോലുള്ളവർ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അവിടെ പറഞ്ഞു VS ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. നമ്മൾ VS ഇല്ലാത്ത തെരഞ്ഞെടുപ്പല്ല, VS ഉള്ള തെരഞ്ഞെടുപ്പാണിത്. ഭൗതികമായിട്ടല്ല, ആശയപരമായിട്ടാണ് എന്നുള്ളതാണ് വ്യത്യാസം. അതുകൊണ്ട് VS-ന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ലക്ഷക്കണക്കിന് അണികളുണ്ട് താഴെത്തട്ടിൽ. ആ അണികൾക്ക് വളരെ വലിയ തോതിൽ ആവേശം പകരാൻ കഴിയുന്ന നേതാക്കന്മാരാണ് സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും. അതിൽ സുധാകരൻ തെക്കൻ കേരളത്തിൽ നിന്നും കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും വടക്കൻ കേരളത്തിൽ നിന്നും വലിയൊരു സമവാക്യമാണ്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM-ന് തെക്കൻ കേരളത്തിൽ സുധാകരനത്തിന് തലപ്പൊക്കമുള്ള വേറെ ഏത് നേതാവായി എന്നുള്ളത് ആരുമില്ല. അല്ല, ആലപ്പുഴ ജില്ലയിൽ സജി ചെറിയാനൊക്കെ ഉണ്ട്. അതെ അതെ അതാണ് ഞാൻ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധ്യത ഞാൻ വളരെ കൂടുതൽ കാണുന്നത് ഈ സജി ചെറിയാനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇപ്പം 2016-ലും 2011-ലുമായിട്ട് 10 വർഷം മന്ത്രിയായിരുന്ന ആളല്ലേ സുധാകരൻ. ദേവസ്വം മന്ത്രിയായിരുന്നു സുധാകരൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു സുധാകരൻ. ഏറ്റവും കൂടുതൽ അഴിമതി സാധ്യതയുള്ള 2 വകുപ്പുകളാണ് സുധാകരൻ 10 വർഷം കൈകാര്യം ചെയ്തത്. ഒരു അഴിമതി ആരോപണം അയാൾക്കെതിരെ ഇല്ലാത്ത മാത്രമല്ല, അയാളുടെ ശത്രുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ പറയുന്നത് എന്താണ്? അയാൾ മന്ത്രിയായിരുന്ന സമയത്ത് അയാൾ ഞങ്ങളുടെ എതിരാളിയായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരു അഴിമതി ആരോപണം അയാൾക്കെതിരെ ഉന്നയിച്ചിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല പോലുള്ള ആൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു നാന്ദിയാണ്. CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത്തേക്കുമായി ഇല്ലാതായി പോകാൻ പോകുന്നു എന്നുള്ള ഞങ്ങളെപ്പോലുള്ള വിമതന്മാരുടെ വാദഗതി ഞങ്ങൾ തിരുത്തുകയാണ്. ഒരുപക്ഷെ ഈ 3 പേരുടെയും നേതൃത്വത്തിൽ പുതിയൊരു മൂവ്മെൻറ്റ്, ഞാനൊരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇവിടെ വളർന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല രമയും ഉണ്ട്. നമ്മളിപ്പോൾ വടക്കൻ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും KK രമയും വടക്കൻ കേരളത്തിൽ നിന്ന്. മനസ്സിലായി? അതിന് താത്വികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന ഉമേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ വടക്കൻ കേരളത്തിൽ G സുധാകരൻ്റെ തലപ്പൊക്കമുള്ള നേതൃത്വം. ഇവരെയൊക്കെ കുലംകുത്തികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ? അല്ല, അവരെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവരെ വിളിച്ചാലേ ഇപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസത്തിനും ഇടയിൽ ചെറ്റത്തരം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് എന്തുമാത്രം ഗുണം സുധാകരനുണ്ടായി. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പം നിങ്ങൾ പിണറായിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുക. അല്ല, പിണറായിയുടെ ഒരു ശൈലി ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ആക്രമിക്കും. അല്ല, അതെ ഞാൻ പറഞ്ഞത് ആക്രമിക്കും. ഞാൻ പറയുന്നത് ഇയാളെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ എന്തുമാത്രം സോപ്പ് കൊണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ, കോടികൾ ചെലവഴിച്ചിട്ടാണെങ്കിൽ പോലും. പക്ഷേ ഒറ്റ വാക്കുകൊണ്ട് അയാളെല്ലാം തീർത്തു കൊടുത്തില്ലേ? കാരണം അടിസ്ഥാനപരമായി അയാൾ അതാണ്.
ചെറ്റത്തരം എന്ന് പറയുന്നൊരു വാക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. ഈ ഹരിപ്പാട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ഭൂരിപക്ഷത്തിനാണ് കടന്നുകൂടിയത്. അപ്പോൾ ജി സുധാകരൻ തൊട്ടടുത്തുള്ള ഒരു മണ്ഡലം അമ്പലപ്പുഴ. അപ്പോൾ ഇതിൽ രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ഒക്കെ ചില സുസംഘടിതമായ ആസൂത്രണമുണ്ട് എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ജി സുധാകരൻ പുറത്തേക്ക് ഇറങ്ങിയതിൽ ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സുധാകരനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു കോൺഗ്രസ്സുകാർ അപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ സജീവമായിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ പോയിട്ട് 1.5 മണിക്കൂർ സംസാരിച്ചു. എന്നോട് ചോദിച്ചത്, ഞാൻ ചോദിച്ചു കോൺഗ്രസ്സുകാർ സഭയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനുള്ള കാര്യം തുറന്നു പറയാം. എന്നോട് സുധാകരൻ പറഞ്ഞു, ഷാജാനെ ഇന്ന് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസ്സുകാരും എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന കള്ളമായിരിക്കണം, അല്ലെങ്കിൽ സുധാകരൻ പറയുന്ന കള്ളമായിരിക്കണം. പക്ഷേ ഞാൻ സുധാകരനെയാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരും, കാരണം അങ്ങനെയൊക്കെ ഉള്ള സുസംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ അതിനകത്തിനൊക്കെ പറ്റിയ ഒരു ലീഡർഷിപ്പ് അല്ല. ഇപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ UDF ജയിച്ചു. UDF പ്രവർത്തിച്ചിട്ടാണ് ജയിച്ചത്. അത്രേ ഉള്ളൂ. ആ ഒഴുക്ക് ഇപ്പോൾ കൂടും, ആ ഒഴുക്കിൽ അവർ കയറിപ്പോവും. അല്ലാതെ സുസംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സുധാകരൻ്റെ ഈ നീക്കത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിൽ VS പക്ഷക്കാരുള്ള സ്ഥലം ഹരിപ്പാടാണ്. ഹരിപ്പാടുള്ള ഏരിയ സെക്രട്ടറി സജീവനൊക്കെ ആയിട്ട് ഞാനൊക്കെ ദിവസവും വന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്യുതാനന്ദൻ്റെ കൂടെ അവസാന ശ്വാസം വരെ നിന്ന ഒരാൾ ഹരിപ്പാട് ഏരിയ സെക്രട്ടറി സജീവനായിരുന്നു. അത് മുഴുവൻ ഈ ഹരിപ്പാട് ആറാട്ടുപുഴ ആ ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുമെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറുവശത്ത് ഈ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെ UDFനെതിരെ വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തിയ ഒരാളാണ്. അപ്പോൾ സുധാകരനെതിരെ തീർച്ചയായിട്ടും കോൺഗ്രസിനെതിരെ അദ്ദേഹം മുഴക്കിയ ആ ആയുധങ്ങൾ ഇപ്പോൾ വീണ്ടും പ്രചരണത്തിന് ഉപയോഗിക്കില്ലേ CPM? അല്ല സോമൻ, അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോഴും ആത്യന്തികമായി സുധാകരൻ ഇപ്പോൾ എടുത്ത ഈ നിലപാടിനോടുള്ള വോട്ടർമാരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഒരു പാർട്ടി വേറൊരു പാർട്ടിയിലെ ശക്തന്മാരെ കൂടെ നിർത്തുന്ന സംഭവങ്ങൾ പിന്നെ CPM മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്, കോൺഗ്രസിന് മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ KV അങ്ങനെ എത്രയോ പേര്, ഏറ്റവും അവസാനം PS പ്രശാന്ത്, KV തോമസിലൊന്നും കൊണ്ടുപോയിട്ട് പ്രയോജനം കിട്ടി. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതുപോലെ എത്രയോ പേരെ അവരിവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നു, ഒരുപാട് പേരെ എടുത്തിരിക്കുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് CPMൻ്റെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ സാങ്ക്ടോറത്തിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. CPMനെ കണ്ണൂർ ദീർഘകാലം നേതൃത്വം ഇതിനകത്തുള്ള പ്രശ്നം എന്നറിയോ സീമാനം? ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നത് V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും, ഉള്ളിൽ നിൽക്കുന്ന ആരാ? KK രാഗേഷും TV രാജേഷും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനസ്സിലായോ? കണ്ണൂരിൻ്റെ പാരമ്പര്യം എന്താ സോയിമോനെ? കണ്ണൂരിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാറപ്പുറം മുതൽ മുനയംകുന്ന് മുതൽ കയ്യൂർ മുതൽ കരിവള്ളൂർ മുതൽ എത്രയോ വിപ്ലവ വേലിയേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കണ്ണൂരത്തെ നേതാക്കന്മാരായിരുന്നു. AK ഗോവിന്ദൻ മുതൽ KPR ഗോപാലൻ മുതൽ നയനാർ മുതൽ ഉള്ള നേതാക്കന്മാർ ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് തിരുവെന്ന് പറഞ്ഞാൽ പോലും പിന്നെ പിണറായി വിജയനും പിന്നെ ഇയാളും ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂരത്തെ പാർട്ടി ലീഡർഷിപ്പ് ആരുടെ കയ്യിലാണ് സോയിമാനെ? ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഞാൻ പറഞ്ഞു ഇപ്പോഴും അവിടെയൊക്കെ ഇച്ചിരി രാഷ്ട്രീയ ബോധമുള്ള P ജയരാജനെ പോലുള്ള ആളുകളുണ്ട്. അവരെയൊന്നും അവിടെ അടുപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല അവിടെ ഒരു 5-6 ഗ്രൂപ്പാണ്. P ജയരാജൻ്റെ ഗ്രൂപ്പ്, P ജയരാജൻ്റെ ഗ്രൂപ്പ്, പിന്നെ ശൈലജയുടെ ഗ്രൂപ്പ്, അങ്ങനെ ഒരു 5-6 ഗ്രൂപ്പായിട്ട് നിലനിൽക്കുകയാണ്. മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ കണ്ണൂരുണ്ടാക്കാൻ പോകുന്ന ചലനം ചെറുതായിരിക്കില്ല. അവിടുത്തെ പാർട്ടി അണികൾ ഒരു വശത്തും ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടി നേതൃത്വം വേറൊരു വശത്തുള്ള ധ്രുവീകരണമാണ് നടന്നിട്ടുള്ളത്. സോയിമൻ ഒരു സംശയവും വേണ്ട, അവിടെയുള്ള പാർട്ടിയുടെ 5-6 ഉരുക്കുകോട്ടകളിൽ ഇൻക്ലൂഡിങ് ധർമ്മടം, ഞാൻ പറഞ്ഞേക്കാം, ഇൻക്ലൂഡിങ് ധർമ്മടത്ത് പോലും ഈ പിണറായി വിജയനൊക്കെ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ സ്ക്രേപ്പ് ത്രൂ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. എന്നുവെച്ചാൽ കട്ടിച്ച് രക്ഷപ്പെട്ട നമ്മൾ, ചാടി രക്ഷപ്പെട്ട നമ്മൾ എന്ന് പറഞ്ഞതുപോലത്തെ ഭൂരിപക്ഷത്തിലേ അവരൊക്കെ വരാൻ പോകുന്നുള്ളൂ. അവർക്കൊന്നും 2021 കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 7 അയലോക്കത്ത് അവർ വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുധാകരൻ ഏറ്റവും ചുരുങ്ങിയത് ആലപ്പുഴയിലെ 6-7 മണ്ഡലങ്ങളിലെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. CPM സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഒരു ചർച്ച മുറുകുന്നുണ്ട്. ഇക്കുറി
ഇടതുപക്ഷം LDF പ്രതിപക്ഷത്തിരിക്കട്ടെ, അല്ലെങ്കിൽ ബംഗാളിന് തുല്യമായൊരു സ്ഥിതിയിലേക്ക് നമ്മൾ വരും, CPM കേരളത്തിൽ നിലനിന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പ്രതിപക്ഷത്തിരുന്ന് പാർട്ടി വളരട്ടെ എന്നൊക്കെയുള്ളൊരു ആവേശോജ്വലമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. സുമൻ, അതിലൊന്നും യാതൊരു തർക്കമില്ല. അതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ബംഗാളും ത്രിപുരയും എടുത്ത് നോക്കിയ സുമൻ, ഒരു പോക്കങ്ങ് പോയി. അണികൾക്ക് ഭരണം കിട്ടണമെന്നില്ല ഈ കുറി. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ കേരളത്തിലേക്ക് വരാം. നിങ്ങൾ ബംഗാളും ത്രിപുര എടുത്ത് നോക്കൂ. ഒരുപാട് സ്ഥലങ്ങളിൽ കോൺഗ്രസ് പോയിട്ടുണ്ട്, പക്ഷേ അവിടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് പോയി, കോൺഗ്രസ് തിരിച്ചു. തെലങ്കാനയിൽ വന്നു, പല സ്ഥലങ്ങളിൽ അവർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ CPM പോയെടുത്ത് എന്താ സ്ഥിതി? CPM ബംഗാളിൽ നിന്ന് അങ്ങ് പോയി, പിന്നെ പോയ വഴി പുല്ല് മുളച്ചിട്ടില്ല. അല്ല, അവിടെ സ്പേസ് പകരം BJP. അല്ല, ഞാൻ പറഞ്ഞത് ത്രിപുരയിൽ പോയി, അവിടെയും ഇല്ല. അവിടെ BJP പകരം സ്പേസ്. ഞാൻ പറഞ്ഞത് അവിടെ ഇല്ല. നമ്മുടെ CPM പോയെടുത്ത് CPM തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പോയെടുത്ത് കോൺഗ്രസ് തിരിച്ചു വന്നിട്ട്, കോൺഗ്രസ് മധ്യപ്രദേശിൽ വന്നിട്ടുണ്ട്, കോൺഗ്രസ് രാജസ്ഥാനിൽ വന്നിട്ടുണ്ട്, കോൺഗ്രസ് ജാർഖണ്ഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ, ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ ഓമിനസ് ആണ് ട്രെൻഡ് എന്ന് പറയുന്നത്. വളരെ അപകടകരമായിട്ടുള്ളൊരു ട്രെൻഡാണ്. മനസ്സിലായില്ലേ? ഇവിടെയും പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള ഭയം അണികളുടെ ഇടയിലുണ്ട്. പക്ഷേ CPM 35 വർഷം കൊണ്ട് ബംഗാളിൽ എന്ത് നേടിയോ അത് 10 വർഷം കൊണ്ട് ഇവിടെ നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചകളിലൊന്നും ഒരു തെറ്റുമില്ല. 5 വർഷം കഴിഞ്ഞാലെങ്കിലും CPM തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇപ്പോൾ CPM പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ CPM എടുക്കുന്ന ഓരോ ദിവസം എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ LDF അല്ലെങ്കിൽ മറ്റാര്, മാത്യു കുഴൽനാടൻ്റെ ഒക്കെ ഒരു മറുപടി, മൂവാറ്റുപുഴയിൽ ഞാനുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് തന്നെ ഏറ്റവും ഏകാധിപത്യപരമായിട്ടുള്ളൊരു ഇതല്ല. ഇത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നതിന് തുല്യമല്ലേ LDF അല്ലെങ്കിൽ മറ്റാര്? ഞാൻ പറഞ്ഞൊരു ബഹുസ്വര സമൂഹമല്ലേ. ആ സമൂഹത്തിൽ താരതമ്യേന LDF അല്ലെങ്കിൽ LDF-ന് പുറകിൽ. അപ്പം ഇതൊക്കെ തന്നെ എല്ലാം നെഗറ്റീവാണ്. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ. ഇപ്പം ഇന്ന് തന്നെ ഇയാൾ പത്രസമ്മേളനത്തിൽ ചെയ്തതെന്താ? ഇയാൾ പത്രസമ്മേളനത്തിൽ ഇയാൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ചോദ്യം ചോദിച്ചപ്പോൾ ഒറ്റ ഞെക്കാസിച്ചാൽ ഒരാളോട് ഇയാൾ പോയി. ചോദ്യം പോലും പുള്ളി കേൾക്കുന്നില്ല. പുള്ളി ഓഫ് ചെയ്തിട്ട് അയാളങ്ങ് പോവാണ്. അപ്പം അയാൾക്ക് തന്നെ അത് ബോധ്യമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ബോധ്യത്തിൽ നിന്നുള്ള ആശങ്കയും അസഹിഷ്ണുതയുമാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എല്ലാം എതിരായിട്ടേ വരുള്ളൂ. UDF-കാരെന്ന് പറഞ്ഞത് അവരൊരു ഭാഗ്യം ചെയ്ത സംവിധാനമാണ്. ഒന്നും ചെയ്തു കൊടുക്കണ്ട. അവർക്ക് അധികാരം അവരുടെ കയ്യിലോട്ട് വന്നിരിക്കും. പിന്നെ ഭരിക്കുകയോ തമ്മിലടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തിച്ചാൽ. അല്ല, തമ്മിലടി ജനങ്ങൾ മുന്നിൽ കാണണ്ടേ? അല്ല, ജനങ്ങളിലുണ്ടല്ലോ. ജനങ്ങളിപ്പോൾ ഒരു തമ്മിലടി മുന്നിൽ കാണുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരൊറ്റ അജണ്ടയോ. ജനങ്ങളിപ്പോൾ നാളെ അവർ അധികാരത്തിൽ വന്നാൽ തമ്മിലടിക്കുമോ എന്നൊന്നും ഇപ്പോൾ ജനം വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കും. ജനത്തിനൊറ്റ അജണ്ടയോ ഇവരെ പുറത്തു ഈസ് ടു ഗെറ്റ് ലിബറേറ്റഡ് ഫ്രം പിണറായി വിജയൻ. അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെയാണെന്ന്. കാരണം അവർ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് ഇത്തിരി തമ്മിലടിച്ചു കഴിഞ്ഞാലും ഇയാളെക്കാളും ഭേദമാണ്. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുമല്ലോ സോയ്മോൻ. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ സോയ്മോൻ എടുക്കുക. എൻ്റെ കാര്യം തന്നെ സോയ്മോൻ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കഴുത്തിന് മേൽ തലയായിട്ട് ഞാൻ എൻ്റെ ഭാഗ്യവും എൻ്റെ പിള്ളേരുടെയും മക്കളുടെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ ഈ കഴുത്തിന് മേൽ തലയായിട്ടിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഇവിടെ 25 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കഴുത്തിന് മേൽ തലയുണ്ടാവും എന്നുള്ള സംശയം എനിക്ക് വല്ല സംശയം ഉണ്ടാവുമോ? ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതിനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മോശമാകുകയുള്ളൂ. കൂടുതൽ മന്ത്രിമാരും കൂടുതൽ MLA-മാരും ഒക്കെ തോക്കുന്ന നിലയിലേക്കേ വരുള്ളൂ. ഇപ്പോൾ ഈ ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കുക എന്തൊക്കെ ഇത് വൃത്തികേട്. പാലക്കാട് ഒരുത്തിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഏതൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരുത്തൻ. നമ്മുടെ CPM ഒക്കെ ഇത്രയും തരം താഴോ. പാലക്കാടൊക്കെ എത്രയോ നല്ല നേതാക്കന്മാരില്ലഞ്ഞിട്ടാണ് ഇവിടെ ഒരുത്തിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. പാലക്കാട് അപ്പം BJP-യുടെ സ്ട്രോങ് കാൻഡിഡേറ്റാണ് ശോഭാ സുരേന്ദ്രൻ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് CPM എന്തുകൊണ്ടാണ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയത്? CPM അവിടെ ജയിച്ചിരുന്നിരുന്ന മണ്ഡലമല്ലേ. തിരുവനന്തപുരത്തിനെ കയറ്റി നിർത്തിയിരിക്കുന്നു. അവിടെ BJP 2-ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. റാന്നി മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി പറയുന്നു. എന്താ പറയുന്നറിയോ? ശബരിമലയൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. റാന്നി മണ്ഡലത്തിൽ ഞാൻ ഏഷ്യാനെറ്റ് ഞാൻ കണ്ടു. അതിലൂടെ ശബരിമലയൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യും. ഇവിടെയൊക്കെ വികസനം ചർച്ച ചെയ്താൽ മതി. ശബരിമല ഇരിക്കുന്ന മണ്ഡലമാണ്. ഇതാണ്. അപ്പം ഇത് ഈ ഒരു മരണവപ്രാളമായിട്ട് നമ്മൾ കരുതി വെച്ചാൽ മതി. അല്ല, അവർക്ക് താല്പര്യമില്ലാത്ത, ജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലങ്ങൾ അങ്ങ് വിട്ടുകൊടുത്തേച്ചോ? അല്ല സോയ്മോനെ, ഞാൻ ചോദിക്കുന്നത് ഈ BJP പറയുന്നത് എന്താണ്? ശബരിമല പെരുങ്കൊള്ളയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധം എന്നല്ലേ പറയുന്നത്. അങ്ങനെ പ്രചരണ ആയുധമായിട്ട് പറയുന്നവർ ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല. മനസ്സിലായി? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതൊരു മരണവപ്രാളമാണ്, ഒരു പരാക്രമമാണ്. തല മാത്രമേ വെള്ളത്തിന് മുകളിലുള്ളൂ. ആ തലയെ കൂടെ താഴെ പോകുന്നതിന് ഉള്ള പരാക്രമം, ഒരു നിലവിളി. ആ നിലവിളിയാണ് ഇപ്പോൾ കാണുന്നത്. എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല, ജനങ്ങൾ വെറുതെ വിടില്ല. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.